ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് വൈ. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും സമാധാനത്തിലേക്ക്. വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടുകൂടി ജനുവരി 19 ഞായറാഴ്ച മുതൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. ആദ്യഘട്ടമായിട്ടാണ് ആദ്യഘട്ടമായിട്ടാണ് ഈ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും സമാധാനത്തിലേക്ക് എന്ന് പറയാം. 2025 നല്ല സ്റ്റാർട്ടാണ് അങ്ങനെ നോക്കുമ്പോഴെന്ന് പറയാം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇസ്രായേലും ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങളും, അതോടൊപ്പം 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതും പിന്നീട് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയതും ആ തിരിച്ചടികൾ നീണ്ട് പിന്നീട് ഹമാസുമായിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ഇസ്രായേൽ ആക്രമിച്ചതും എല്ലാം നമ്മുടെ 2024 അവസാനം ഒരു 6 മാസം എന്ന് പറയുന്നത് പശ്ചിമേഷ്യ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വൻ ആക്രമണങ്ങളായിരുന്നു. ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളെ, അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ലെബനൻ ആയിക്കോട്ടെ, യമൻ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടതാണ്. ഏതായാലും അതിനൊക്കെ ഒരു അവസാനം എന്ന നിലയിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി. വോട്ടെടുപ്പിൽ മന്ത്രിസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 24-8, അതായത് 24 പേര് അനുകൂലിച്ച് വോട്ട് ചെയ്തു, 8 പേര് എതിർപക്ഷമായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിന് അവസാനം ധാരണയിലെത്തിയിരിക്കുകയാണ്. ജനുവരി 19 മുതൽ ഇത് നിലവിൽ വരും. അതോടൊപ്പം വെടിനിർത്തൽ കരാർ അതിൽ പറയുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ, അതായത് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും അതോടൊപ്പം ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ചെയ്യും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ് ഈ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ നടന്നിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പശ്ചിമേഷ്യയിലെ ആ ഒരു സംഘർഷം എന്നത് ഒരു സമാധാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ജീവനുകളാണ് യുദ്ധത്തിൽ പൊലിഞ്ഞത്. അതായത് ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചപ്പോൾ ഏകദേശം 45,000-ഓളം ആളുകൾ, അതായത് മാസങ്ങളായിട്ട് നടന്ന യുദ്ധത്തിൽ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ്, അതായത് കാലാവധി തീരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനൊക്കെ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് കാലാവധി തീരാൻ പോവുകയാണ്. ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കരാറൊക്കെ അല്ലെങ്കിൽ കരാറിൽ ഈ ധാരണയിലെത്തിയതൊക്കെ വളരെ നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം ട്രംപ് ഒരു യുദ്ധപ്രിയനാണ്. ഏതായാലും പശ്ചിമേഷ്യ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. പാലസ്തീൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു സന്തോഷമായിരിക്കും. കാരണം വർഷങ്ങൾ നീണ്ട ഈ ഒരു യുദ്ധമാണ് വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ വഴി വീണ്ടും സമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇസ്രായേൽ ഹമാസ് നേതാക്കളെല്ലാം തെരഞ്ഞുപിടിച്ച് വധിക്കുകയായിരുന്നു. ഏതായാലും 2023 ഒക്ടോബറിൽ തുടങ്ങിയത് ഏകദേശം 15 മാസങ്ങളോളം നീണ്ടു ആ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്ന് പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.